ഹായ്, ഇച്ചിരി ലെങ്തിയാണേ ഈ വീഡിയോ. പ്ലീസ് വാച്ച് ചെയ്യണം. റിക്വസ്റ്റാണ്, ബിക്കോസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ കേസ് അണ്ണനോട് ഒരു ചോദ്യം ചോദിക്കണം. അല്ല അണ്ണ, അണ്ണൻ എത്ര എന്താണ് അണ്ണ, എന്തിനാണ് അണ്ണ? ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആണല്ലോ. നമ്മുടെ തനൂജ ജിനൂസ് ദമ്പതിമാരെ കുറിച്ച് അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. കോമഡി ആർട്ടിസ്റ്റുകളായിട്ടുള്ള ദമ്പതിമാരാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 3 മാസം മുന്നേ സ്വന്തം മകളെയും ഭാര്യയെയും തള്ളി പറഞ്ഞു വീണ എന്ന് പറയുന്ന മറ്റൊരു ഭർത്താവുള്ള പെണ്ണിന്റെ കൂടെ ജിനൂസ് ഇറങ്ങിപ്പോയ സംഭവം. അന്ന് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. DNA ടെസ്റ്റ് നടത്തി വന്നാലേ ഞാൻ എന്റെ മകളെ അംഗീകരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ? ഭയങ്കര വൈറലായിരുന്നു അന്ന് ആ സംഭവം സോഷ്യൽ മീഡിയയിൽ. ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് അതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന തനുജയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം തനുജയുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിരുന്നു, അല്ലെ? എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് അതിനുശേഷം തനുജ മാറി എന്ന് തന്നെ വേണം പറയാൻ. ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം മകൾക്ക് ചെറിയൊരു അസുഖമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മകളെ അറിയാവുന്ന ഒരാൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരാൾ ഇപ്പൊ മകളെ സംബന്ധിച്ചിടത്തോളം തനുജ മാത്രമാണുള്ളത്. അപ്പൊ ആ മകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഷോപ്പിൽ പോലും തനുജയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം തനുജ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം മകളെയും കൂട്ടിക്കൊണ്ട്. അതിൽ അവരെന്താക്കണം, മകളെ കൂടെയുള്ള ഡാൻസിങ് വീഡിയോസ്, ചില ഹാപ്പി മൊമെന്റ്സ്, ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാണ്. തനുസ് ആൻഡ് ദേവൂസ് എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര്. മെല്ലെ മെല്ലെ ആ ചാനൽ റീച്ചിലേക്ക് കയറാൻ തുടങ്ങി. അവർക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ തുടങ്ങി. അതോടെ ഒരു ജീവിതം അങ്ങനെ തള്ളി നീക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നീ എന്തോ പറഞ്ഞേ, ആദ്യം ഒന്നും കൂടെ പറയടാ, കേട്ടില്ല. കാരണം മകൾക്ക് ചെറിയൊരു അസുഖമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മകളെ അറിയാവുന്ന ഒരാൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരാൾ ഇപ്പൊ മകളെ സംബന്ധിച്ചിടത്തോളം തനുജ മാത്രമാണുള്ളത്. അപ്പൊ ആ മകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഷോപ്പിൽ പോലും തനുജയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ വളരെ പറയുന്നത് 7 മാസം മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഇവൻ പറയണ എന്താണ്, തനൂജയ്ക്ക് കൊച്ചിനെ സൂക്ഷിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. തനൂജ അത്രയും പ്രശ്നത്തിലാണുള്ളത് ആണെന്ന് ആരാ പറയണേ? ഐസണ്ണനാ പറയണേ. കറക്റ്റ് അല്ലയോ? അച്ഛൻ മകളെ DNA ടെസ്റ്റ് നടത്തിയാൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പറഞ്ഞു പോയതല്ല. അപ്പൊ അവർക്കൊരു വാശിയുണ്ട്, DNA ടെസ്റ്റ് നടത്തിക്കൊണ്ട് ലീഗൽ അയാൾ അച്ഛനാണെന്ന് തെളിയിക്കണം എന്നുള്ളത്. അതിനുള്ള ഒരു പെറ്റീഷൻ അവർ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്ഡേഷൻസ് അവർ ചാനൽ ഒന്ന് പറയാറുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാറുണ്ട്. മാർച്ചിൽ 1-2 വീഡിയോസ് അത് ഉണ്ടാക്കും. ബാക്കിയുള്ള മൊത്തം അമ്മയും മകളും തമ്മിലുള്ള വീഡിയോസ് ആണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച തനുജ തന്റെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നെ ദ്രോഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജിനു എന്ന് പറഞ്ഞുകൊണ്ട്. ആ വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവർ ജിനുവിനെതിരെ കേസിന് പോയല്ലോ. അപ്പൊ എന്താക്കി, ജിനു തിരിച്ചങ്ങോട്ട് ഒരു കേസ് കൊടുത്ത്. എന്താണെന്ന് അറിയോ? തന്നെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിന് 25 ലക്ഷം തനുവിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വക്കീൽ നോട്ടീസ് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഷോക്കായിക്കൊണ്ടാണ് തനുജ ആ വീഡിയോ ചെയ്തത്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ വീഡിയോ അപ്ലോഡ് ആയി 1-2 ദിവസം കഴിഞ്ഞ് ഈ ഷഫീന ബി പലർക്കും അറിയുമായിരിക്കും. പുള്ളിക്കാരെ കുറിച്ച് 1-2 വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഈ തനുജക്കെതിരെ ഇവിടെ ഷഫീന ബി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ താഴ്ത്തി കിട്ടിക്കൊണ്ടാണ് തനുജക്കെതിരെ ഇവിടെ ഷഫീന ബി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ പേരവിടെ വന്നു, നമ്മളത് എടുത്തു. ഓക്കെ, 7 മാസം മുമ്പ് നമ്മൾ അവനെ എടുത്തു കൊടുത്തു. അത് പോട്ട് ഇപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടെ എടുക്കാം. എന്തടി? സഫീന ബീബി. പറയടാ, ബാക്കി വീഡിയോ കണ്ടോക്കാം. പൊതുജനത്തിനോട് നിങ്ങൾ ഇത് പറയണതിനാ? നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചതോ? നിങ്ങളെ സഹായിക്കുന്നവർ മണ്ടന്മാരായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം ആരോഗ്യമില്ലേ സ്ത്രീയെ? നന്നായി ജോലി ചെയ്തിട്ട് ആ കുഞ്ഞിനെ നോക്കിയുള്ളൂ. ഒരു മകളല്ലേ ഉള്ളൂ. ചിലരൊക്കെ 7-8 കുട്ടികൾ ഇട്ടിട്ട് ഓടിക്കളയും. ആ 7-8 എണ്ണത്തിനെ വളർത്താൻ വേണ്ടി അമ്മമാർ വീട്ടു ജോലിക്ക് പോയി അന്തസ്സായി കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അതൊക്കെ കാണുന്നിടത്ത് നിങ്ങൾ എന്താണ് ഈ ഇരവാദം പറയുന്നത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങേയറ്റം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് നീ. അത്രയ്ക്കൊണ്ട് നിന്റെ ഈ ചെയ്ത്. പിന്നെ ഇരുന്നുകൊണ്ട് ഇരവാദവും കരച്ചിലും. ഇത് അതൊന്നുമല്ല, ഒരുതരം ഇളക്കം. ആ ഇളക്കത്തിനുള്ള മറുപടിയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടിയത്. അവരുടെ ഭാഗം കൂടെ ചിന്തിക്കുക. അവർക്കും ജീവിക്കട്ടെ. അയാളെ വിശ്വസിച്ചൊരു പെണ്ണ് കൂടെ ഉണ്ട്. അയാൾക്ക് അതിൽ കുട്ടിയുണ്ട്. അതിനെ നോക്കട്ടെ. കുറച്ചുകൂടെ നോർമലായിട്ട് ബിഹേവ് ചെയ്തൂടെ? അവർ 25 ലക്ഷം ചോദിച്ചെങ്കിൽ കുറഞ്ഞു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. 50 ചോദിക്കണം. വാസ്തവത്തിൽ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ആ മനുഷ്യനോട് നല്ല രീതിയിൽ പ്രതികാര ബുദ്ധിയാണ്, സ്നേഹമല്ല. നിന്റെ മകൾ, നിന്റെ ലൈഫ്, നിന്റെ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. DNA ടെസ്റ്റ് എടുക്കാനും പോണ്ട, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോലും പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ, ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. താങ്ങോരുള്ളവർക്ക് തളർച്ച ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്രത്തോളം അവളെ സപ്പോർട്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം ആ കുട്ടി വീക്ക് ആവുകയുള്ളൂ. ലെറ്റ് ഹർ ബിൽഡ് ഹർ ഡ്രീം. അവൾ ഉണ്ടാക്കട്ടെ, അവൾ നിർമ്മിക്കട്ടെ, അവൾ സക്സീഡ് ചെയ്തിട്ട് അവൾ ചെയ്തോളൂ. മനഃപൂർവമായ പൈസ കൊടുത്തുള്ള സഹായങ്ങൾ അവളെ തളർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അതെങ്ങനെ തളർത്തുക? നിങ്ങളൊന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്ത്രീകൾക്ക് അപമാനമാണ്, DNA ടെസ്റ്റ് നടത്തരുത്, സബ്സ്ക്രൈബേഴ്സിനോട് അവരെ പൈസ കൊടുത്ത് സഹായിക്കരുത് എന്നൊക്കെ പറയാം. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് അധികാരം അതിനുള്ളത്? പിന്നെ സ്ത്രീകൾക്ക് അപമാനമാണെന്നൊക്കെ പറഞ്ഞത് ശരിക്കും അവിടെ തനുജയുടെ ഐഡന്റിറ്റിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്, അല്ലെ? ഇതൊക്കെ വളരെ മോശമാണ് ഷഫീനുള്ളത്, പറയാലോ. കുറച്ചൊക്കെ ഒരു മാന്യതയും മര്യാദയോടും കൂടി പെരുമാറണം. പിന്നെ ഇടയ്ക്കെന്തോ പറയുന്നുണ്ടല്ലോ, അയാൾക്ക് ഒരു കുടുംബമുണ്ട്, ഇപ്പോൾ അതിനെ ബാധിക്കുന്ന തരത്തിലൊന്നും ചെയ്യരുതെന്നൊക്കെ. അതൊക്കെ പറയാൻ എന്താ അവകാശമുള്ളത്? ഒരു കുഞ്ഞിനെയും ഭാര്യയും ചതിച്ചിട്ടാണ് അയാൾ അപ്പുറത്ത് പോയി ജീവിക്കുന്നത്. ഒരു തരത്തിലും അതിനൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്തൊക്കെയായാലും ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുന്ന
സമയത്ത് അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചെങ്കിലും സംസാരിക്കുക എന്ന് പറയുന്നത് അത് ആ വ്യക്തിയോട് കാണിക്കേണ്ട ഒരു മനുഷ്യത്വമാണ്. ഇത് എന്ത് വർത്താനാണ് ഇതൊക്കെ? ഇങ്ങനെയാണ് പറയേണ്ടത്? 25 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരി. എല്ലാം കൂടി ഇവിടെ കാണിക്കാൻ പറ്റാത്തത്. ഈ വീഡിയോക്ക് തനുജ് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്നും അറിയാതാണ് സംസാരിക്കുന്നത്, അയാൾ എന്റെ എല്ലാ അവസരങ്ങളും മുടക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ കമന്റ് ഇവിടെ ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഈ പറഞ്ഞ ഷെഫീന ബീവി നേരെ ഈ പറഞ്ഞ തനുജിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. എന്നിട്ട് ഭയങ്കര അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. ഓക്കെ, അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. ഓക്കെ, സ്നേഹപ്രകടനായിരുന്നു മക്കളെ. സ്നേഹം ഇങ്ങനെ കിടന്നു ഒലിക്കായിരുന്നു. നമുക്ക് എന്താന്ന് കണ്ടോക്കാം. അവൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പരിപാടികൾ ഞങ്ങളൊരു കൂട്ടു സംരംഭമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവൾ തനിച്ച് ഒരു പ്രോജക്റ്റ് ഞാനും പറഞ്ഞിട്ട് അവളോട് അവൾക്ക് താല്പര്യമാണെങ്കിൽ അവൾ മുന്നോട്ട് പോകും. അപ്പൊ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾ ക്യാഷ് ഒന്നും അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ട. പകരം അവൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന സംരംഭം അതിനെ അങ്ങോട്ട് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം. അവളുടെ ഏറ്റവും കൂടുതൽ ഞാൻ അവളുടെ വ്യൂവേഴ്സ് ലിസ്റ്റൊക്കെ എടുത്ത് നോക്കി. ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരു വാക്ക് ഞാൻ പിൻവലിച്ചിട്ടില്ല. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ അവിടെ കിടപ്പുണ്ടെന്നാലും ചാനൽ പൂട്ടിച്ചത് ഞാനല്ല, അവർ തന്നെയാണ്. അതിനകത്ത് അത് ചാനൽ തിരിച്ചു വന്നാൽ ആ സാധനങ്ങളെല്ലാം അവിടെ തന്നെ കാണും. ഞാൻ കളയൂല, അത് അവിടെ തന്നെ കാണും. ഞാൻ എന്താണോ ജിനു ഗോപിയെ പറ്റി പറഞ്ഞത്, ഞാൻ എന്താണോ വീണയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ അടുക്കട്ട മാറ്റൂല. മാറ്റി പറയുന്ന സ്ത്രീ ഞാനല്ല. അവിടെ നിൽക്കട്ടെ, ബാക്കി കേൾക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ എന്താ പറഞ്ഞത്? സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെൺകുട്ടികൾ അധ്വാനിച്ച് ജീവിക്കണം. ഞാൻ പറഞ്ഞ ബിസിനസ് തന്നെയാണ് ആ കൊച്ചിപ്പോൾ ചെയ്യുന്നത്. ആരുടെ കൂടെയാണെങ്കിലും ആ കൊച്ചു ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ബിസിനസ് തന്നെയാണ്. തർക്കമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയുമ്പോഴാണോ കുഴപ്പമായത്? അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പം, ആ കൊച്ചു ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മളെ വിഷയം അവളല്ലേ, ഇനി അവളുടെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് കിടന്ന് തള്ളി കയറല്ലേ, ഞങ്ങളെ കൂടെ ഇല്ലേ, എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞും കൂടെ, എനിക്ക് അതിൻ്റെ ഒരു കാര്യവും അറിയണ്ട, ഒന്നും അറിയണ്ട. നമ്മൾ വെട്ടൽ വീരൻ്റെ കൂടെയാണ്, കൈസണ്ണൻ്റെ കൂടെയാണ്. കൈസണ്ണം പറയട്ടെ, ബാക്കി പറയണ്ട. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, അമ്മമാരാണ്, സഹോദരിമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് തനുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം തെറ്റിദ്ധാരണാജനകമായി പലർക്കും തോന്നിയിട്ടുണ്ടാകും ഞാൻ ആ വ്യക്തിയും അയാളുടെ ഇപ്പോഴത്തെ സ്റ്റെപ്പിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തനുവിനോട് പറയുന്നു, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചതല്ല. ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിരന്തരം അയാളുടെ പുറകെ ചെയ്തിട്ട് പേയ്മെന്റ് കൊടുത്ത് അവളെ നാണം കെടുത്താതിരിക്കുക. പകരം അവൾ തുടങ്ങാനിരിക്കുന്ന ആ സംരംഭം അതിൽ നിങ്ങളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു വാങ്ങിക്ക് അവളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവളെ മുന്നോട്ട് വരാൻ സഹായിച്ചു കൊടുക്കും. എന്ത് സംരംഭം, എന്ത് വസ്തു, എനിക്ക് മനസ്സിലാകുന്നില്ല. കുഴപ്പം എന്ത് സംരംഭം, എന്ത് കുന്തം, എന്താണെന്ന് അവന് മനസ്സിലാവണില്ല. മനസ്സിലായോ? അവനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. അതാ പ്രശ്നം അല്ലേ? അപ്പോൾ ജഫീന ബി പറഞ്ഞത് കുറച്ച് നിൽക്കാണ് കേട്ടോ, സ്നേഹത്തോട് കുറച്ച് നിൽക്കാണ്. തെറി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ യൂട്യൂബിൽ നിന്ന് ബ്ലോക്ക് കിട്ടുന്നതിനെ കൂടി ഞാൻ തെറി പറയാത്താന്നൊക്കെ. അതിന്റെ കൂട്ടത്തിൽ പിന്നെയും എടുത്ത് പറയുന്നുണ്ട് തനുജയ്ക്ക് നിങ്ങൾ ക്യാഷ് കൊടുത്ത് സഹായിക്കരുത് എന്നൊക്കെ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോഴത്തെ തനുജന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അത്രയും ഫിനാൻഷ്യലി താഴോട്ടാണ് അവർ നിൽക്കുന്നത്. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു സഹായമാണ്. അതുപോലെ നിഷേധിക്കുന്ന തരത്തിൽ നിങ്ങൾ പറയാന്ന് പറയുന്നത് എന്തൊരു മോശപ്പെട്ട പരിപാടിയാണ്. അതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാവുന്നതല്ല കേട്ടോ. സഹായിക്കുന്നവർ സഹായിച്ചോട്ടെ, അതിനെതിരാണ് നിങ്ങൾ ഇടങ്ങൾ ഇടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുത്തോളൂ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. സംരംഭത്തിന്റെ കാര്യം പിന്നെ പറയാനാണ് കേട്ടോ. അത് തനുജനെ അറിയാവുന്ന യൂട്യൂബറെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു, അത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഷെഫീനെ പോയതിന് ശേഷം തനുജ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും തനുജ് ഈ കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെഫീന ചേച്ചിയും ഞാനും കൂടെ ഒത്തു കളിച്ചതല്ലേ ആ ഒരു വീഡിയോ ചെയ്തത്. ആദ്യം നിങ്ങളെ വിമർശിച്ചുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തു, പിന്നെ അവർ പെട്ടെന്ന് നിങ്ങളെ കാണാൻ വരുന്നു. അപ്പോൾ നിങ്ങളെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്തതല്ലേന്ന്. സത്യം പറയാൻ വെച്ചാൽ എൻ്റെ ദേവൂസ് മോള് സത്യം എനിക്ക് അവരെ പരിചയമില്ല. അവരെൻ്റെ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവരെ പരിചയമില്ല. ആ ചേച്ചി എന്നെ കാണാൻ വന്നപ്പം ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു ഞാനും മോളും. പിന്നെ കുറേ വൈകിട്ട് ഞാൻ ചെന്നത് കാണാൻ. അപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വീഡിയോസ് എടുക്കുന്നുണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ അത്രയും മോശം പറഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് വീഡിയോ ചെയ്തത്. ഞാൻ ജിനുവിനെ ഞാൻ ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നു. അപ്പം എനിക്കെന്തായാലും ആ ചേച്ചി അന്ന് വന്ന് കണ്ടപ്പോൾ ഉള്ള പരിചയമുള്ളൂ. അല്ലാതെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ ചേച്ചി ഇപ്പം എന്നോട് പറഞ്ഞു നമ്മൾ എന്നോട് ഒരുപാട് പേര് എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കി എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മോളിങ്ങനെ വിഷമിച്ച് നടക്കരുത്, ഇനി ആടെ മറന്നേക്ക്, നല്ലതായിട്ട് ജീവിക്കണം മോളെയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സംഭവം തന്നെയാണ് അവർ നേരിട്ട് വന്നപ്പോഴും എന്നോട് പറഞ്ഞത് അല്ലേ. അല്ലാതെ ഒരു എന്താ പറയുക ബിസിനസ് പരമായിട്ട് ഇന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ എനിക്ക് ഇട്ട് തന്നിട്ട് ജീവിക്കൂ, എന്നിട്ട് അതിന് വരുമാനം കിട്ടിയിട്ട് എനിക്ക് തന്നാൽ മതി എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് പേര് ചോദിച്ചു തനുജയ്ക്ക് സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് കാരണത്ത് പെട്ടെന്ന് നിങ്ങൾ അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയാം നീ എൻ്റെ അനിയത്തി ആയതുകൊണ്ടാട്ടോ ഞാൻ തല്ലുന്നതെന്ന് പറഞ്ഞാൽ അത് അടി കൊണ്ടാൾ ക്ഷമിക്കുകയോ ഇല്ല. അപ്പോൾ അതുപോലെ എന്നെ അത്രയും മോശമാക്കിയിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നവർ അവർ ചോദിക്കുന്നതിന് എടുത്തെടുത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നോട് ചോദിക്കുന്നതിന് പിന്നെ മറ്റൊരു കോളും കൂടെ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഇനി മുന്നോട്ടേക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ടും എല്ലാം ആയതിനു ശേഷം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ കുറേ കടങ്ങൾ മേടിച്ചതിൻ്റെ ഒക്കെ ഇപ്പോൾ ചെറുതായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നേ
ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല ഷെഫീന ചേച്ചി. ഞാൻ എന്താ വെച്ചാൽ വന്ന് കണ്ട അത് ക്ലിയർ ആയിട്ട് പറയണമല്ലോ. എന്നെ വന്നിട്ട് എന്നോട് സംസാരിച്ചു. എൻ്റെ ഫോൺ എനിക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്നുള്ളത് അതൊക്കെ എനിക്ക് എൻ്റെ ഫോണിൽ കറക്റ്റ് നോക്കാൻ അറിയില്ല. ഏണിങ്സ് എത്ര ഡോളർ വന്നു അതൊക്കെ എൻ്റെ ഫോൺ വാങ്ങി ഷെഫീന ചേച്ചി പരിശോധിച്ചായിരുന്നു. അപ്പം എനിക്കിതൊന്നും അറിയില്ല, ഇതൊന്നും നോക്കാൻ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ശരി, ഫോണൊക്കെ വാങ്ങി ചെക്ക് ചെയ്യാൻ ഇവരാരെ പോലീസോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്തൊക്കെ ഇപ്പൊ ഷെഫീനത്തെ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? വീട്ടിലേക്ക് കയറി ചെല്ലുക, ഫോൺ ചെക്ക് ചെയ്യുക, അനുവാദം ഇല്ലാണ്ട് വീഡിയോ എടുക്കുക, ഇത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? മാന്യത മര്യാദയുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണത്. നിങ്ങൾ തന്നെ പറയാം. പിന്നെ ബിസിനസിന്റെ കാര്യം മനസ്സിലായല്ലോ, തടി തപ്പാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഷഫീന ബീവിന്റെ ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തനുജക്ക് വിയർപ്പിന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ലൈവ് വീഡിയോ ആണത്. ഞാൻ എന്തായാലും അത് കാണാനൊന്നും പോയിട്ടില്ല. എന്താണ് അതിൽ പറയാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഷഫീന ചേച്ചി, ഇത് കുറച്ച് കടന്ന കൈയായി പോയി. നമ്മളൊരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണിക്കുന്ന ചില മാന്യതയും മര്യാദയൊക്കെ ഉണ്ട്. അത് കാണിക്കാന്നുള്ളതാണ്. അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബോക്സിൽ അവന്റെ അഭിപ്രായം കൊണ്ടുപോയി രേഖപ്പെടുത്തി കൊടുക്കി. അവനിതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത്. ശരി, അവിടെ നിൽക്കട്ടെ. നമുക്കിനി പുതിയതൊരെണ്ണം കണ്ടാലോ? പഴയത് വേണ്ട, പുതിയത് കാണാം. അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു. എനിക്കിതിന് മുന്നേ ഒരുപാട് പേര് എന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. വേണം എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ടട്ടോ എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ. എന്ന് വെച്ചാൽ എന്റെ കൂടെ പലപ്പോഴും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തനുജ എന്ന് പറയുന്ന സ്ത്രീ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഒരു 9 മാസം മുന്നേ കോമഡി സ്റ്റാർ ഫെയിം ആയിട്ടുള്ള ജിനൂസ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യ മകളും ഉപേക്ഷിച്ച് വീണ എന്ന് പറയുന്ന കാമുകിക്കൊപ്പം ഇറങ്ങിപ്പോയ സംഭവം നമ്മൾ അന്നാ സമയത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജിനൂസ് ഉപേക്ഷിച്ച് ഈ ഭാര്യയാണ് തനുജ. ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംഭവം ഈ പറഞ്ഞ ജിനൂസ് സ്വന്തം മകൾ വേണ്ടെന്ന് വെച്ച് കാമുകിയുടെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് മകൾ കരിഞ്ഞ് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അല്ലേ? അത് ഗത്യന്തരമില്ലാതെ ഷൂട്ട് ചെയ്ത് തനുജ എന്ന് പറയുന്ന ഈ ഭാര്യ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർ ആ സമയത്ത് തനുജയ്ക്ക് സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും ആ സമയത്ത് സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഭർത്താവ് തിരിച്ചു വന്നില്ല. അല്ലേ? അങ്ങനെ തനുജയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി എന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവർ സാമ്പത്തികപരമായി വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. അതുകൂടി ആയപ്പോൾ ജനങ്ങൾ ഇവരെ ഏറ്റെടുത്തു, നല്ല രീതിയിൽ ഇവരെ സഹായിച്ചു എന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ അവർ വരുമാനത്തിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ വൻ രീതിയിൽ സപ്പോർട്ട് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളാണ് യൂട്യൂബ് ചാനൽ ഒന്നും കാണിച്ചുകൊണ്ടിരുന്നത്. പല ആളുകളും ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവർ വീഡിയോസ് കണ്ടു കൊടുക്കുന്നതാണ്. സ്വന്തം ഒരു വീഡിയോ കാണാനുള്ള ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി ആ സ്ത്രീ കൈക്കൽ ആയിക്കോട്ടെ എന്നൊരു മനസ്സിലായിരുന്നു പലർക്കും. അപ്പോൾ ആളുകളുടെ കൈ കഴിഞ്ഞിട്ടുള്ള സഹായവും യൂട്യൂബ് ചാനലിന്റെ വളർച്ചയും കൂടി ആയതോടെ ഇവർ മെല്ലെ സാമ്പത്തികപരമായി ഉയർന്നു വരാൻ തുടങ്ങിയതാണ്. വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നും ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക് വരെത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുനിത എന്ന് പറയുന്ന സ്ത്രീ ഇവരെ സമീപിക്കുന്നത്. പുള്ളിക്കാരുടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയാണ്. അപ്പോൾ ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീ ഇവർക്ക് ഓഫർ അങ്ങ് കൊടുത്തു. എന്താണ് ഓഫർ? ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്താക്കണം? നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അതൊന്ന് പരസ്യം ചെയ്യണം. അങ്ങനെ പരസ്യം ചെയ്ത് പ്രൊഡക്റ്റ് വിറ്റ് പോവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കമ്മീഷൻ തരാം. ഇനി കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ഇടാൻ നോക്കി. തനുജയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഓഫറായി തോന്നി. അവർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഇവർ തനുജയ്ക്ക് മുന്നിൽ വെച്ച ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 10,000 പീസെങ്കിലും വിൽക്കണം, എന്നാൽ ഇത്ര രൂപ കമ്മീഷൻ ആയിട്ട് തരത്തുള്ളൂ എന്നതാണ്. തനുജ അത് സമ്മതിക്കുകയും ചെയ്തു. തനുജയെ സംബന്ധിച്ചിടത്തോളം തനുജയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി തനുജയ്ക്ക് 75,000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ചാനലുണ്ട്. അവരോട് ഒന്ന് കാര്യം പറഞ്ഞാൽ തന്നെ 10,000 വെയിറ്റ് പറഞ്ഞങ്ങ് പോവല്ലേ. വളരെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് അവർ മിഡിൽ ക്ലാസ്സിലേക്ക് എത്തിയതെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ അവരുടെ കൂടെയാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുന്നത്, ഡൗട്ടല്ലേ? നീ ഇങ്ങനെ ഇരുന്നുണ്ട് വീഡിയോയിലിരുന്ന് കുരയ്ക്കണ അല്ലാതെ നീ നേരിട്ട് അവരെ കണ്ടിട്ടുണ്ടോ? അവരുടെ അവസ്ഥ ഇപ്പം റിക്കവർ ആയോ, അവരിപ്പോൾ ഡെവലപ്പ് ആയോ എന്നൊക്കെ നീ എങ്ങനെ അറിഞ്ഞ്? നീയും അവരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? അല്ലെങ്കിൽ നിന്റെ അടുത്ത് അവരുടെ അടുത്തുള്ള ആരെങ്കിലും വല്ലതും പറഞ്ഞോ? നിനക്ക് എങ്ങനെ അറിയാം? അതിനൊരു ഉത്തരം നീ തന്നെ. നിനക്ക് എങ്ങനെ അറിയാം ആ കൊച്ചിന്റെ അവസ്ഥ എന്താണ്? നീ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. പുഷ്പം പോലെ വിറ്റ് പോകുന്നുള്ളതാണ്. അങ്ങനെ തനുജ എന്താക്കാണ്? ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് കാല് വെക്കാണ്. അങ്ങനെ ഇടയ്ക്കിടെ ഇവർ ഓരോരോ വസ്ത്രങ്ങൾ വന്ന് സ്വന്തം ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ചാനൽ നോക്കിയത് കാണാൻ പറ്റും. പക്ഷെ എന്തോ വിചാരിച്ച പോലെ അങ്ങ് സക്സസ് ആയില്ല എന്നുള്ളതാണ്. ഇവർ വിചാരിച്ച സമയത്ത് വിചാരിച്ച അത്രയും പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല, ഉദ്ദേശിച്ച ലാഭവും കിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. എന്ത് ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് അവനെങ്ങനെ അറിയാം? സുനിത അവളുടെ അടുത്ത് സംസാരിച്ചോ? സുനിതയുമായിട്ട് അവന് കോണ്ടാക്ട് ഉണ്ടോ? അപ്പൊ ഈ വീഡിയോ നീ സുനിത പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? സുനിത എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്ത്രീ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വന്നു? നിനക്കെങ്ങനെ അറിയാം ആരാണ് അവിടെ സഹായിച്ചത്? ആരാണ്? നീ എന്താ CID ആണോ? നീ ഇതൊക്കെ ആരുടെ പേഴ്സണൽ സ്പേസ് അല്ലേ നീ ഇപ്പൊ കയറി പറയാൻ? നീ മുമ്പത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞ? എന്താ ഷെഫീനാത്ത നിങ്ങൾ ഇങ്ങനെയുള്ള പേഴ്സണൽ സ്പേസിലൊക്കെ കുത്തി കയറി പോകുന്നു? ഞാൻ പോകാത്ത വീട്ടിലേക്ക് ഞാൻ പോയി എന്ന് വരെ നീ പറഞ്ഞവനാണ്. ഞാൻ പറഞ്ഞ വേർഡിൽ നിന്ന് ഒരു കടുകട ഞാൻ മാറ്റുന്നില്ല. ചാനൽ നീയൊക്കെ ചേർന്ന് പൂട്ടിച്ചത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. വീഡിയോ ചാനൽ റീകളക്ട് ആയി വരുമ്പോൾ ആ ചാനലിൽ ആ വീഡിയോ അവിടെ തന്നെ കാണും. എന്തായാലും ഭാഗ്യത്തിന് നീ അത് സേവ് ചെയ്ത് വെച്ചോണ്ട് നിന്റെ ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. അതിനകത്ത് എന്താടാ തെറ്റ്? ഇപ്പം നീ പറയണതും ആ പറയണേയും തമ്മിൽ എന്താടാ വ്യത്യാസം? അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഏതായാലും നിന്റെ അതേ സ്റ്റൈൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ഇത് പറയാനുണ്ടായിരുന്ന പ്രചോദനം? ഇതിൻ്റെ ലാഭം എന്താണെന്ന് നീ പറയാമോ? ഒന്ന് പറയാമോടാ? കേൾക്കാൻ കൊതി കൊണ്ടാണ്. അത് മാത്രവുമല്ല, ആ കൊച്ചിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ കണ്ടായിരുന്നോ? അവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് അപ്പർ ക്ലാസ്സിലേക്ക് ആയതായിട്ട് നീ കണ്ടായിരുന്നോ? അല്ല, അറിയാത്തുണ്ട്. സംശയം ചോദിച്ചൂടെ? സംശയം ചോദിക്കണം. തനൂജയുടെ അടുത്ത് സുനിത സംസാരിച്ചത് അവൻ അറിഞ്ഞിരിക്കുന്നു. തനൂജ തിരിച്ച് സമ്മതിച്ചത് അവൻ അറിഞ്ഞിരിക്കുന്നു.
ആരുടെ ഇപ്പൊ ഇവൻ കില്ലാടി? നീ തനുജിനൊപ്പമായിരുന്നോ? സുനിതയ്ക്കൊപ്പമായിരുന്നോ? ആർക്കൊപ്പമായിരുന്നടാ? ഓൾറെഡി തനിക്ക് 75,000 സബ്സ്ക്രൈബേഴ്സ് സ്വന്തം ചാനലുണ്ട്. അവരോട് വന്ന കാര്യം പറഞ്ഞാൽ തന്നെ 10,000 പീസ് പുഷ്പം പോലെ വിറ്റ് പോകുന്നതാണ്. അങ്ങനെ തനുജ് എന്താ ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് കാലം വെക്കാം. അങ്ങനെ ഇടയ്ക്കിടെ ഇവർ ഓരോരോ വസ്ത്രങ്ങൾ വന്നു സ്വന്തം ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ചാനൽ നോക്കിയത് കാണാൻ പറ്റും. പക്ഷെ എന്തോ വിചാരിച്ച പോലെ സക്സസ് ആയിട്ടാന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ച സമയത്ത് വിചാരിച്ച അത്രയും പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല, ഉദ്ദേശിച്ച ലാഭവും കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്. എന്ത് തനുജൻ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരാണ്. അതിനുവേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോൾ ചികിത്സാ ചെലവിനായി 1,60,000 രൂപ വേണം. ഏകദേശം ഒരു 1.25 ലക്ഷത്തോളം രൂപ അല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ പണം അറിയിക്കും. അപ്പൊ അതിനു വേണ്ടി ഇവർ ആലോചിച്ചപ്പോൾ ഒരു വഴി വരിക. ആ വഴി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് പറയുന്നത്. അതാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മുഹമ്മദ് കണ്ടു വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. എന്നാലും എൻ്റെ ഒരുപാട് പേര് തന്നെ തുടങ്ങിയതല്ലേ ഷോപ്പ് തുടങ്ങും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ ഷോപ്പ് തുടങ്ങിയെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവിടെ അഡ്വാൻസ് കൊടുക്കാനൊക്കെ ചെയ്യും. ഇപ്പം ഞാനിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്ന സഹായം വേണം. അവർക്ക് കിട്ടുന്ന സഹായം കിട്ടിക്കോട്ടെ. എന്തിനാണ് അതിനെ തടസ്സമായിട്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു സഹായിക്കുന്നവർക്ക് സഹായിക്കും. പിന്നെ ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പറയാനും ഒരു കാരണമുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് തനുജിന് എപ്പോഴത്തെ അവസ്ഥ പണ്ടത്തെ പോലെയല്ല. അതായത് യൂണിവേഴ്സിറ്റി തെരഞ്ഞു പോയ അവസ്ഥയിൽ ഇപ്പോൾ തനുജ് ജീവിക്കും. കുറച്ചും കൂടി സാമ്പത്തികപരമായിട്ട് ഉയർത്തും അല്ലെ. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ഓപ്പറേഷനെ വേണ്ടി ഇത്രയും പണം കണ്ടെത്താൻ തനുജിന് സാധിക്കില്ല എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ ഒരു ഗതി പരഗതി ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ അതില്ലല്ലോ. ഇത്ര പോലും ഗതിയില്ലാത്ത ആൾക്കാർ ഇന്ന് പല രീതിയിലുള്ള ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഉള്ളതൊക്കെ നോക്കി അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വഴികൾ ആശ്രയിച്ചു. തനുജിയെ സംബന്ധിച്ചിടത്തോളം തനുജിയുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. വേണമെങ്കിൽ ലോൺ എടുക്കാം അല്ലെ. അതല്ലെങ്കിൽ ഇൻഷുറൻസുകൾ എടുക്കാം. തനൂജയുടെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ ഇവനാണ് അറിയണത്. ഇവന്റെ കയ്യിലാണ് സാമ്പത്തിക സ്ഥിതിയുടെ മുഴുവൻ റെക്കോർഡിംഗിൽ എവിഡൻസ് ഇരിക്കുന്നത്. ചിരിച്ചതാണ്. ഇങ്ങനെയാണ് കക്കളം കെട്ടി ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. കക്കളം കെട്ടി ഇങ്ങനെയാണ് ചിരിക്കുക. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പഠിപ്പിച്ചേന്ന്. പുതിയ ഐറ്റം, ഷെഫീൻ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം, കക്കളം കെട്ടി ചിരിക്കുക. ആ ബാക്കി ആശ്രയിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ വേറെ മറ്റു പല രീതിയിലും റോൾ ചെയ്യാം. ഇതിനൊന്നും തുനിയാതെ നമുക്കൊരു ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോഴും ചാടി കയറി ക്യാമറ ഓണാക്കി സഹായം ചോദിക്കാന്ന് പറയുന്നത് എനിക്കൊക്കെ യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം വേറെ ബാക്കിയുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലയാ. അനക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഷെഫീനയുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്തിനാണ് ഷെഫീന താത്ത ഇങ്ങനെയൊക്കെ കയറി ഓരോരുത്തരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അതെന്തുവാടോ അതെന്തിനാടോ അങ്ങനെ പറയുന്നേ? ഷെഫീന താത്ത ചോദിച്ചാൽ കുഴപ്പം, നീ ചോദിക്കുമ്പോൾ ഓക്കെ. അതെന്തുവാടോ അതെനിക്ക് മനസ്സിലായില്ല. അത് നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേടാ പ്ലീസ്. നിങ്ങളെ സഹായം കൂടി തീരുമെന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യം 7 വർഷം മുന്നേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോരെ 1 ലക്ഷം രൂപയുടെ അടുത്ത് ലാഭം. ഇന്നിപ്പോ കൂടി ഒരു 10,000 20,000 അധികമായിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്തായാലും കൊടുത്തില്ല. അതിനിരട്ടി കാശാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നത്. അതായത് 1,60,000. അപ്പൊ എന്റെ ചോദ്യം അതല്ലേ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോരെ 1 ലക്ഷം രൂപയുടെ അടുത്ത് ലാഭമായി. അവരുടെ അമ്മയെ അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കണോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കണോ നീയാണോ തീരുമാനിക്കുന്നത്? നീ ആരടാ അത് ചോദിക്കാൻ? അല്ലെ ഞാനിത് ചോദിക്കണോണ്ട് എനിക്ക് വിഷമം തോന്നണ്ട. നീ എന്നോടൊരു ചോദ്യം ചോദിച്ചത്, ഞാൻ മുമ്പ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നീ എന്നോട് ചോദിച്ചു എന്തരാണ് ഷെഫീനാത്ത ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തരാണ് ഷെഫീനാത്ത എന്ന് നീ ചോദിച്ചായിരുന്നു. ഞാനാണെങ്കിൽ പെട്രോൾ അടിച്ച് മെനക്കെട്ട് അവിടം വരെ പോയി ആ കൊച്ചിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയ ശേഷം വീഡിയോ ചെയ്തോളുവാണ്. അപ്പം ഞാൻ പറയുന്നതിനകത്തൊരു ഇതുണ്ടെന്നെങ്കിലും പറയാം. നീ എന്തടിസ്ഥാനത്തിലാണോ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് നീ അലയ്ക്കുന്നത്? മൊബൈൽ കിട്ടിയാലേ ക്യാമറ കിട്ടിയ നീ എന്തടിസ്ഥാനത്തിലാണ് നീ പറയുന്നേ? എന്തുവാ നീ പറയുന്നേ? നീ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ കാണിക്കട്ടെ. നിൻ്റെ അടുത്ത് അവർ പൈസ ചോദിച്ചാൽ ഇറ്റ്സ് മീ കൈസ് എനിക്ക് സഹായിക്കുമെന്നാ കൊച്ചു പറഞ്ഞാൽ ഇല്ലല്ലോ. അത് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തല്ലേ ചോദിച്ചോളൂ. നിനക്ക് ഇവിടെ കടിക്കുന്നു. അതെവിടെയെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഇതുണ്ട്, എനിക്ക് ഇത്ര പ്രശ്നമുണ്ട്, എനിക്ക് ഇത്ര നിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ ഇല്ലല്ല. അത് കണ്ടിട്ട് നീ റിയാക്ട് ചെയ്യണം. അതെന്തിനടാ നീ റിയാക്ട് ചെയ്യണേ? നീ എന്തിനടാ റിയാക്ട് ചെയ്യണേ? ആരാടാ ഇച്ച നീ പോലീസാ? അതോ നീ ഇവിടുത്തെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകനാ? നീ ആരാടാ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അടുങ്ങുന്നതാണെങ്കിൽ എനിക്കൊന്നും പറയാം. നമ്മുടെ അവസ്ഥയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അതല്ലാതെ ജനങ്ങളെ സഹായിക്കാനുണ്ടെന്ന് കരുതി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. ഞാനിപ്പോൾ എന്താ ഇതിനൊക്കെ പറയും. ബാക്കി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാണെങ്കിൽ ഒരു കാലത്ത് ഒന്നില്ലാത്ത കാലത്ത് സഹായിച്ചെന്ന് കരുതി എപ്പോഴും സഹായിക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. ഇതെന്താണ് കിട്ടി ശീലിച്ചത് കൊണ്ടാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുറച്ച് മാസം മുമ്പ് ഞാൻ വായിച്ചൊരു വിശാടനക്കാരൻ്റെ ഒരു ന്യൂസാണ്. പലരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടാകും. എന്താണ് ആ ന്യൂസ്? ഈ അടുത്ത കാലത്ത് ഒരു യാചക മരിച്ചു. അങ്ങനെ മരിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ചപ്പോൾ എത്ര ലക്ഷം രൂപ? 4 ലക്ഷം രൂപ അക്കൗണ്ട് ബാലൻസ്. പലരെയും അത്ഭുതപ്പെടുത്തിയൊരു ന്യൂസായിരുന്നു. ഇത് വായിച്ച് പലരും ചിന്തിച്ചൊരു കാര്യം, 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോലെ എന്തിനാണ് ഇങ്ങനെ യാചിച്ച് ജീവിക്കണം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കൊരു കാര്യം ശീലിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം യാചിച്ചെങ്കിൽ ജീവിച്ച് ശീലമായിരിക്കും. ഇനി അത് മാറ്റാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിലങ്ങനെ പോകുന്നതാണ്. നായ നടുക്കടലിൽ പോയാലും നക്കിയെ കുടിക്കുമെന്ന് പറഞ്ഞ മാതിരി അതേപോലെയാണ് ഇപ്പൊ തനുജിന്റെ അവസ്ഥ എനിക്ക് തോന്നുന്നത്.
എന്ന് വെച്ചാ നീ നായ എന്ന് വിളിക്കുന്ന തനൂജ അല്ലേ? അതല്ലേ അർത്ഥം? അങ്ങനെ ഒരു മീനിങ് ഇല്ലേ ഇതിന്? ഉണ്ട്. അപ്പൊ നീ തനൂജയെ നായ എന്ന് വിളിച്ചു അല്ലേ? ആ, എന്തിനടാ ഒരു പാവ സ്ത്രീ, ഭർത്താവില്ലാതെ ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാവ സ്ത്രീയെ നീ നായെന്നൊക്കെ വിളിക്കാൻ പാടുണ്ടോടാ? നിനക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമോടാ? ഇതൊക്കെ ശരിയാണോടാ? ഇതൊക്കെ ശരിയാണോ? ആ ഷെഫീനയും ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അവരിങ്ങനെ ഭയങ്കര പടുമോശമായ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചു അല്ലേ? ഇത്രയും വലിയ ലാംഗ്വേജ് ഉപയോഗിച്ചോ? നായ എന്നൊക്കെ പറഞ്ഞോ? ഓ ഉണ്ടോ? ഓ, നിനക്ക് വിളിക്കാം, ഷെഫീനത്തെ വിളിച്ചാൽ കുഴപ്പം. നിനക്ക് നായ എന്ന് വിളിക്കാം, ഷെഫീനത്തെ വിളിച്ചാൽ കുഴപ്പം ആണോ? എടാ, ഈ സുനാ ചെത്തിയപ്പം ബുദ്ധിയും കൂടെ ഇറങ്ങിപ്പോയാടാ സുനി. എടാ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ അണ്ണ കൈസണ്ണ, അനക്ക് എത്ര ഫാദർ ഇടാ? എത്ര ഫാദർ ഉണ്ടിടാ അനക്ക്? ആ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അന്ന് എൻ്റെ അഭിപ്രായം അങ്ങനെ ആയിരുന്നു, ഇന്ന് എൻ്റെ അഭിപ്രായം ഇന്ന് ഇങ്ങനെയായിരുന്നു. അവർ കട തുടങ്ങിയിട്ട് 1 മാസം പോലും ആയില്ല. നീ തന്നെ പറയുന്നു അവരുടെ കടയിൽ വിറ്റുവരവ് കുറവാണെന്ന്. അവർ പറഞ്ഞല്ല, നീ പറഞ്ഞ ഞാൻ അറിയണത്. ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് പിന്നെയും അവരെ ഊക്കണമെന്ന് തോന്നിയത് എന്തിനാടാ? അവർ തരാമെന്ന് പറഞ്ഞ കാശ് തന്നില്ലേ? അതോ അവരെ ഗ്രൂപ്പിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോയ ഉടനെ നിനക്ക് ചൊറിഞ്ഞോ? എന്താണ്? നിങ്ങൾ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് പേരങ്ങോട്ട് നീക്കും, അവരെ അങ്ങോട്ട് ചീത്തയാക്കും. നിങ്ങൾക്ക് അവരെ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു, ഇപ്പം അവരെന്നെ പറയുന്നില്ല. എന്നാൽ പിന്നെ അങ്ങോട്ട് സുഖിച്ചു, അങ്ങോട്ട് ഇറങ്ങായി, അതിനെ അങ്ങോട്ട് തീർത്ത് കെട്ടായി. 2 നാള ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും യൂട്യൂബേഴ്സ്, 5-6 ദിനം കൊണ്ടൊരുത്തനെ താഴേക്ക് വലിച്ചിടുന്നതും യൂട്യൂബേഴ്സ്. ആത്ത ബാക്കിയൊക്കെ അങ്ങ് മാറ്റി എഴുതേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കാര്യങ്ങൾ. എനിവേ, ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിതിനകത്ത് അവർക്ക് കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ഒരു കാര്യവും പറയാനില്ല. അവരുടെ വിഷയം എൻ്റെ സബ്ജക്റ്റേ അല്ല. ഞാൻ അവരുടേത് മാക്സിമം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് അവരുടെ ഒരു കാര്യവും പറയാനില്ല. എൻ്റെ പോയിന്റിൽ ഞാൻ ഇന്നും എന്നും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് മാറി ചിന്തിക്കുന്ന വ്യക്തിയെ അല്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അവരവർ സമ്പാദിച്ച് ജീവിക്കണമെന്നോ, ഏറെന്ന് ജീവിക്കണമെന്നോ, നന്നായി ജീവിക്കണമെന്നോ, നാറി ജീവിക്കണമെന്നോ ഒക്കെ ഉള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ എന്നെ ഖണ്ഡിച്ചുകൊണ്ട് എടുത്തു വെച്ച് വീഡിയോ ചെയ്തവൻ ഇന്ന് എന്തടിസ്ഥാനത്തിൽ ഇത് പറയുന്നെന്നോ ഉള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഇവനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൂടെ ഇരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നെങ്കിലും മനസ്സിലാക്കും ഇവന് 2 ഡാഡി സിൻഡ്രോം ആണെന്ന്. ഇവൻ ഉറച്ചു നിൽക്കുന്നവനല്ല. കാശ് കൊടുത്താൽ ഇവൻ വേണമെങ്കിൽ തനൂജയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും, കാശ് കൊടുത്താൽ തനൂജയെ എതിർത്ത് വീഡിയോ ഇടും. അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടല്ല, പണം എന്തും ചെയ്യും അവൻ. പണത്തിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ്. എഴുതി വെച്ചോളൂ, ഇത് തർക്കിക്കാനേ നിൽക്കണ്ട. എല്ലാ പെൺകുട്ടികളെയും എടുത്തു വെച്ച് അപമാനിക്കുന്ന ഈ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം പുറത്തേക്ക് വന്നാൽ അവൻ ഇത് വളച്ചൊടിച്ച് വക്രീകരിച്ച് വ്രണമാക്കി കുത്തി പഴിപ്പിച്ച് നശിപ്പിക്കും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. ഇതുവരെ അവൻ ചെയ്ത ഒരു വീഡിയോ പോലും ജെന്യൂൻ ആയിട്ടില്ല. എനിക്കെതിരെ ചെയ്ത വീഡിയോ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടില്ല, ഞാനതിനെ മോശം പറഞ്ഞിട്ടില്ല. ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ആ കൊച്ചന്ന് വീഡിയോ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അല്ല അവൾ സെൽഫായിട്ട് ചെയ്താണെങ്കിൽ ഐ ഡോണ്ട് കെയർ.
നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുന്നു, വേണമെന്നുള്ളവർ എടുക്കട്ടെ, ഇല്ലാത്തവർ തള്ളട്ടെ. നമ്മളത് എൻ്റെ വിഷയം അതല്ല, വിട്ടു. എന്നെ 4 മാസം ഈ കിക്കിൻ്റെ ആളാണ് ഇവനും. കിക്കിൻ്റെ ആളുകളെല്ലാം കൂടെ ചേർന്ന് കൂട്ടത്തോടെ വെർബൽ റേപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടത് സ്വയം പര്യാപ്തതയാണ്. ജോലി ചെയ്ത് സുരക്ഷിതരാകൂ, സുരക്ഷിതരായി ജീവിക്കൂ. നിങ്ങളെ ഭർത്താവ് ഇകഴ്ത്തിയാൽ, തല്ലിയാൽ കൊണ്ടേ കേസ് കൊടുക്കണം, മാറി സഞ്ചരിക്കണം. നിങ്ങളെ വേണ്ട എന്ന് പറയുന്നവരടുത്ത് നിങ്ങൾ ഇന്നലെ പറയണം എനിക്ക് നിന്നെ വേണ്ട എന്ന്. കുഞ്ഞുങ്ങളെ അന്തസ്സായി വളർത്തൂ, സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കൂ സിംഗിൾ പേരൻറ്റിങ് ഏറ്റവും ബെസ്റ്റ് പേരൻറ്റിങ് ആണെന്ന്. ഇത് ഞാൻ ഓരോ പെൺകുട്ടികളോടും പറയുക തന്നെ ചെയ്യും. അതെൻ്റെ ഉത്തരവാദിത്വ ബോധമാണ്. മൈ സെൽഫ് ഒരു സിംഗിൾ പേരൻ്റ് ആയിരുന്നു. എനിക്കറിയാം എന്തൊക്കെ സ്ട്രഗിൾ നേരിടേണ്ടി വരുമെന്ന്. ആരുടെയും മുന്നിൽ കൈനീട്ടിയല്ല ഞാൻ എൻ്റെ മക്കളെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചതെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. തീർച്ചയായിട്ടും എൻ്റെ അസുഖങ്ങൾ പോലും പലരും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വാങ്ങിയിട്ടില്ല, വാങ്ങാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇവൻ ഡബിൾ ഫാദർ സിൻഡ്രോം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം അതിനെ ആക്രമിച്ചാൽ കുറച്ച് പേര് കിട്ടും. അതിൻ്റെ കൂടെ അവന് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് 100% എനിക്ക് ഉറപ്പാണ്. അതിൽ തർക്കിക്കേ വേണ്ട. ഞാനിപ്പോൾ ആരെ സൈഡ് പറയണമെന്ന് വെച്ചാൽ എനിക്ക് ആ കുട്ടിയെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ അതിനെ വിടുന്നു. അവരായി, അവരെ പാടായി, അവരുടെ ലൈഫായി നമ്മൾ വിട്ടു ആ കേസ്. പക്ഷേ ഇവനെ പോലുള്ളവൻ അവസരവാദത്തിന് ഒരു പെൺകുട്ടിയെ എടുത്തു വെച്ച് അപമാനിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഡബിൾ ഫാദർ സിൻഡ്രോമുള്ള ഇവൻ കാരണമാണ് ഒരു പക്ഷെ അന്ന് ആ കുട്ടി അത്രയും അപമാനം നേരിട്ടു എന്ന് ഞാൻ പറയും. ഇവനെ പോലുള്ളവർ അനാവശ്യമായി പ്രോത്സാഹനം കൊടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായി എത്ര പെൺകുട്ടികൾ എടുത്തു വെച്ച് പറഞ്ഞു. ആ പെൺകുട്ടികളോട് ഇവർ പറഞ്ഞു പറയരുത്, അവരെ സപ്പോർട്ട് ചെയ്യരുത്, അവർ തെറ്റാണ് എന്ന് ആ പെൺകുട്ടികളോട് പോലും എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ നിർബന്ധിച്ച നാറിയാണ് അവൻ. ഇവനും ഇവൻ്റെ കൂട്ടരും കൂടെ ചേർന്നിട്ട് ആ കുട്ടികളെ പോലും വഴിമാറ്റി വിട്ടു. അവരും സൈലൻ്റ് ആയിരുന്നു. പെൺകുട്ടികളല്ലേ, പേടിക്കും. ഷെഫീനായ പോലെ ധൈര്യം ഷെഫീനാക്ക് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കഴുത്ത് പോയാലും ഞാൻ മാറ്റി പറയത്തില്ല. എനിക്ക് എപ്പോഴും പറയാനുള്ളത് മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതേസമയം ഈസി മണിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ഒരുപാട് പേര് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും, നാണം കെടുത്തും. അതൊരു വലിയ സത്യമാണ്. അധ്വാനിച്ച് ജീവിക്കുക, അഭിമാനബോധത്തോടു കൂടി ജീവിക്കുക. ഒരു വ്യക്തി നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നമ്മളെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് അവനോട് കളിയാക്കി തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. പിന്നെ അവൻ വന്ന് കെഞ്ചുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ കൊണ്ട് നിർത്തണമെന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചത് ഇവനാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത സപ്പോർട്ടിനെ വളച്ചൊടിച്ച നാറിയാണ് ഇവൻ ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കുന്നു. ഇനി ഇതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ്, ഒന്നും പറയാനില്ല. പൈസ കൊടുത്ത് ഞാൻ ഇവനെ കൊണ്ട് ചെയ്യിച്ചത്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഐസ്ക്രീമും കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു കൊടുക്കും. ഇവന് കാശ് കൊടുക്കാനാ? എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ ഈ ചാനൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ കൂടെ പറയും. എനിക്ക് ഇവൻ്റെ വക്കാലത്തൊന്നും വേണ്ട. എൻ്റെ കാര്യമോ ഞാനോ പറഞ്ഞിട്ടല്ല ഈ തക്കാളി ഇത് ചെയ്തിട്ടുള്ളത്. അവൻ ചെയ്തതിന് അവൻ തന്നെ ഉത്തരവാദി. ദയവേത് എൻ്റെ പേര് അതിനകത്തേക്ക് മെൻഷൻ ചെയ്യരുത്. ഞങ്ങൾക്കതിന് താല്പര്യവുമില്ല. ഞങ്ങളത് ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യുകയുമില്ല. അവർ ചോദിച്ചത് അവരുടെ ഈ ഉത്തരവാദിത്വത്തിൽ, അവരുടെ ഇതിൽ. പിന്നെ സുനിതയുടെ കേസ്, അതും സുനിതയാണ് വന്ന് പറയേണ്ടത്, ഞാനല്ല. എനിക്ക് അവരെ പറ്റി അറിയത്തില്ല. ഈ പറയുന്ന കേസും അറിയത്തില്ല. ഇവൻ പറഞ്ഞുള്ള അറിവുകളെ എനിക്ക് അവരെ പറ്റിയുള്ളൂ. അനാവശ്യമായി എന്നെ ഇതിനകത്ത് വലിച്ചഴക്കിയത്. എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കമൻസിനും കൂടെ ചേർന്നുള്ള മറുപടിയാണിത്. ആരോ എവിടെയോ തെണ്ടട്ടെ, ആരോ എവിടെയോ ജീവിക്കട്ടെ, എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ 3 മാസക്കാലം എൻ്റെ നല്ല സമയം, എൻ്റെ മാനസിക നിലവാരം വരെ താളം തെറ്റുന്ന രീതിയിൽ എന്നെ കൂട്ടാക്രമണമാണ് നടത്തിയത്. എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അതുപോലും ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ വിൽക്കാൻ കൊണ്ടുപോയി എന്ന് കള്ള വോയിസ് കൊടുത്ത ആ സ്ത്രീയെ പറ്റി എവിടെ വേണോലും വന്ന് പരാതി പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഞാൻ ആക്രമിക്കപ്പെടുന്ന കണ്ടിട്ട് സൈലൻ്റായി നിന്ന ഒരു വ്യക്തിയുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു, ഒന്നും പറയാൻ പോയില്ല. അവരവരവരുടെ നീതിക്ക് തോന്നിയത് അവരവർ ചെയ്യട്ടെ എന്നുള്ളത്, കാലം മറുപടി കൊടുക്കട്ടെ എന്ന് മാത്രം പറയും. ഒറ്റ കാര്യം മാത്രം ഞാൻ വ്യക്തതയോടെ പറയാം. എൻ്റെ കണ്ണുകളിൽ നിന്ന് വന്നത് കണ്ണീരായിരുന്നു, അത് രക്തമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും അടിച്ചു പറയും. എൻ്റെ കണ്ണുകളിൽ നിന്ന് വന്നത് രക്തമായിരുന്നു. കാരണം നന്മ ചെയ്യാൻ പോയി ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടത് ഞാനും എൻ്റെ പിഞ്ചു കുട്ടികളുമായിരുന്നു. ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ച ഞങ്ങളെ ഈ പടുവാണത്തിലേക്ക് കൊണ്ടിട്ടത് ആരായിരുന്നാലും അവരനുഭവിച്ചേ മാറാവുള്ളൂ എന്നുള്ള കർമ്മഫലമാണ്. അത് കിട്ടണം എന്നുള്ളത് എൻ്റെ വാശിയാണ്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പലതും. ഇവനെയൊന്നും വിശ്വസിച്ച് കൂടെ ഇരിക്കരുതേ സുഹൃത്തുക്കളെ. ഇവനൊക്കെ ഇരുതല മൂർച്ചയുള്ള വാളുകളാണ്.
ഇവൻ ഇന്ന് അവിടെ നിന്നാൽ നാളെ ഇപ്പുറത്ത് നിൽക്കും. ഒരു നിലപാടും വ്യക്തതയും നിലവാരവും ഇല്ലാത്തവനെയൊക്കെ വളർത്തിവിടുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇവന്റെ കൂടെ ഒന്നും ചേർന്ന് നിൽക്കുകയേ ചെയ്യരുത്. ഒരു വ്യക്തിത്വം ഇല്ലാത്തവനാണ്. കൃത്യമായ പാതയിലൂടെ ആ കുട്ടി സഞ്ചരിക്കുമായിരുന്നു, അതിനെ കൃത്യമായ പാതയിൽ കൊണ്ടുപോകുമായിരുന്നു. അതിന് ഇടങ്കോലിട്ടത് ഇവനാണ്. ഏറ്റവും അധികം വ്യക്തിഹത്യ ചെയ്തത് ഇവനാണ്. ആ പെണ്ണിനെ ഏറ്റവും കൂടുതൽ മോശം പറയാൻ കാരണക്കാരനായത് ഇവനാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്തത് കണക്ക് ഇപ്പം ഇരുന്നോണ്ട് ഞൊള പറയുന്നതാണ്. അന്ന് അവൻ ചോദിച്ച അതേ ചോദ്യം എനിക്ക് അവനോട് ചോദിക്കാനുണ്ട്. നിനക്കെത്ര തന്തേടാ, നാണമില്ലടാ നിനക്ക്? മനുഷ്യനാണോടാ നീ? എന്തിനടാ ഇങ്ങനെ നുണപ്രചരണം നടത്തുന്നത്? നീ എന്തറിഞ്ഞിട്ടാണ്ടാ അലയ്ക്കുന്നത്? അതിൻ്റെ സാമ്പത്തിക സ്ഥിതി നിനക്കറിയുമോ? അതിൻ്റെ എന്തെങ്കിലും കാര്യം നിനക്കറിയുമോ? നീ അതിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോടാ. പിന്നെ എന്തിനടായിരുന്നു നിൽക്കുന്നത്? ഇത് തന്നെയല്ലേ നീ ജിനുവിനെതിരെയും ചെയ്തത്? ജിനുവിനെതിരെ ഹൈക്കോടതി കേസുണ്ടെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ തെളിയിക്കണം. കൊടുത്തിട്ടുണ്ട് കേസ്. അവൻ തെളിയിക്കണം. എനിക്കും ജിനുവിനെതിരെയും ഹൈക്കോടതി കേസുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. ഞങ്ങൾക്കെതിരെയുള്ള കേസ് അവൻ തെളിയിക്കണം. ഏറ്റവും കൂടുതൽ നുണപ്രചരണം നടത്തുന്ന നുണയനായ ഒരുത്തൻ്റെ സാധനവും കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നവരൊന്ന് ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. താല്പര്യമില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കോ. ഈ വിഷയത്തിൽ ഇത് ഫൈനൽ ടോക്കാണ്. നന്ദി, നമസ്കാരം.